നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. എന്താണ് ഈ COPD എന്ന് പറയുന്നത്? COPD ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നത് എങ്ങനെ? എത്രത്തോളം അപകടകരമാണ് അത്? സംശയങ്ങൾക്ക് ഇന്ന് മറുപടി നൽകുന്നത് അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് ഡോക്ടർ റോബിൻ വർഗീസ് ആണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, എന്താണ് COPD എന്ന് പറയുന്നത്? ആരിലാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത്? COPD സാധാരണ നമ്മൾ പറയുമ്പം ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമറി ഡിസീസ്, അതായത് നമ്മൾ മലയാളത്തിൽ നോക്കിയാൽ അത് ദീർഘകാലം തടസ്സം വരുന്ന നമ്മുടെ ശ്വാസകോശത്തിൽ അഫക്ട് ചെയ്യുന്ന ഡിസീസ്. ഇത് സാധാരണ നമ്മൾ കാണുന്ന എൽഡർലി ആൾക്കാരില കാണുന്നത്, ഒരു മുതിർന്ന ഒരു 50 വയസ്സ് മുകളിലുള്ള ആൾക്കാർക്ക് സാധാരണ നമ്മൾ കാണുന്നത്. പുരുഷന്മാരെയും സ്ത്രീകളെ ഒരുമിച്ച് ഇത് അഫക്ട് ചെയ്യുന്ന രോഗമാണ് COPD. ഏതൊക്കെ വിഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ ആരിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത്? ഇത് സാധാരണ കണ്ടുവരുന്ന നമുക്ക് മെയിൻലി ഇത് പറയുന്ന നമ്മുടെ ഈ പുക വലിക്കുന്ന ആൾക്കാരില ഇത് മെയിൻലി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ നമ്മൾ നോക്കിയാൽ നാട്ടില് പുക വലിക്കാത്ത ആൾക്കാർക്ക് ഇത് വരാറുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ വിറകടുപ്പ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ എവിടെയും പൊല്യൂട്ടഡ് സിറ്റി, അതായത് ഡൽഹിയിലൊക്കെ ഈ പൊല്യൂഷൻ കാരണം വരാം, അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായ പൊടി എക്സ്പോഷർ കാരണം വരാം, പിന്നെ ചിലർക്ക് ജനറ്റിക്സ് കാരണവും ഇങ്ങനെ വരാം. പല കാരണങ്ങളുണ്ട്. പിന്നെ ഇപ്പം സ്ത്രീകളിലും ഇത് കാണാറുണ്ട്. സ്ത്രീകൾ ഇപ്പം പുകവലി ഒരു കൂടുതലായിട്ട് വരുന്ന കണ്ടുകൊണ്ട് ഇപ്പൊ സ്ത്രീകൾക്കും ഇത് അധികം കാണാറുണ്ട്. പുകവലി മാത്രമല്ല, നമ്മുടെ ഈ വിറകടുപ്പിൽ നമ്മൾ ജോലി ചെയ്യുന്ന അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും ഇത് വരാം COPD. ഡോക്ടർ പറഞ്ഞതുപോലെ ഈ പുകവലി അല്ലെങ്കിൽ ഈ പുക ശ്വസിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണെന്ന് പറഞ്ഞു. ഇത് പാരമ്പര്യമായും വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? പാരമ്പര്യമായിട്ട് വരാനും സാധ്യതയുണ്ട്. അതാണ് പറഞ്ഞ ജനറ്റിക് COPD. അതായത് ജനറ്റിക്സിൽ വീട്ടിൽ ഇങ്ങനെ 60 വയസ്സോ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ COPD വരുന്ന ആൾക്കാർക്കും നമ്മുടെ അവരുടെ ജനറേഷൻസ് അല്ലെങ്കിൽ അവരുടെ താഴെയുള്ള ആൾക്കാർക്കും ഇത് വരാൻ സാധ്യതകളുണ്ട്. കൂടുതൽ നമ്മൾ കാണാറുള്ളത് ആസ്മയെ അങ്ങനെ കാണാറുള്ളത്, എന്നാലും COPDയും അങ്ങനെ വരാം. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വിട്ടുമാറാതെയുള്ള ശ്വാസതടസ്സം ഈ COPDയുടെ ഒരു സൂചനയായി കരുതാമോ? അതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ലക്ഷണങ്ങൾ നമ്മൾ പറയുമ്പം ഇപ്പം ശ്വാസതടസ്സം COPDയും കാരണം മാത്രമായിട്ട് നമുക്ക് പറയാൻ ഒക്കത്തില്ല. ശ്വാസതടസ്സം ഇപ്പം പല കാരണങ്ങൾ കൊണ്ട് വരാം. COPD അതിൽ ഒരു ഭാഗമാണ്. ഇപ്പം COPD പ്രധാനമായിട്ട് നമ്മൾ കണ്ടുവരുന്ന സിംറ്റംസ് അല്ലെങ്കിൽ പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരുന്ന പറഞ്ഞാൽ വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ശ്വാസം മുട്ടൽ, ഇത് 3 കാര്യങ്ങളായിട്ട് പേഷ്യന്റ് നമ്മുടെ OPDയിൽ സാധാരണ വരാറുണ്ട്. പിന്നെ അത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പല സാധനങ്ങളും ഉണ്ട്. നമുക്ക് ആദ്യമേ എക്സ്റേ എടുത്തിട്ട് നോക്കണം. പിന്നെ PFT പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് നമ്മൾ എടുത്തിട്ട് അതിന്റെ റേഷ്യോ നോക്കിയിട്ട് നമ്മൾ അത് പറയും എങ്ങനെ പേഷ്യന്റ് എന്തുമാത്രം സിവിയറിറ്റി ഉണ്ടെന്ന് നമ്മൾ അതിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ ആസ്മ അല്ലെങ്കിൽ വലിവ് എന്നുള്ളത് മറ്റ് രോഗങ്ങളുടെയും ലക്ഷണമായി കാണാം. അതായത് ഈ ആസ്മ വരുന്നതും അല്ലെങ്കിൽ ഈ COPD വരുന്നതും തമ്മിൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാനാകും? രണ്ടിനും കോമൺ ആയിട്ട് ഈ ഒരു ശ്വാസതടസ്സം ഉണ്ടാകുന്ന ഒരു ലക്ഷണമില്ലേ? ഉണ്ട്. രണ്ടിലും ശ്വാസം തടസ്സം വരാം. പക്ഷെ ആസ്മയിൽ നമ്മൾ കാണുന്ന സാധാരണ പറഞ്ഞാൽ ശ്വാസമുട്ടലോട് വീസിങ് പറഞ്ഞ ഒരു സംഭവം നമ്മൾ കേൾക്കാറുണ്ട്. അതായത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ചില പേഷ്യൻസിന് സാറേ നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് വിസിലടിക്കുന്ന ശബ്ദം വരാറുണ്ട്. അത് സാധാരണ നമ്മൾ COPDയിൽ അത്രയും കാണാറില്ല, എന്നാലും ഉണ്ട്. പക്ഷെ മോർ ഓഫ് ആസ്മയിലാണ് നമ്മൾ കാണുന്നത്. പിന്നെ ആസ്മയിൽ വരുന്ന പല ആൾക്കാർക്കും ഒരു കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ ഒരു 2-3 മാസത്തേക്ക് കുഴപ്പം കാണത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് വരാം. എന്നാൽ COPD അങ്ങനല്ല. ദിവസം കൂടും തോറും അവരുടെ ശ്വാസമുട്ടൽ കൂടും. ചുമയോ അല്ലെങ്കിൽ കഫക്കെട്ട് കൂടാനേ ചാൻസ് ഉള്ളൂ. പിന്നെ അതുപോലെ ആസ്മയിൽ നമ്മൾ ഈ പേഷ്യന്റിനോട് ചോദിച്ചാൽ അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവർ പറയാറുണ്ട് നമുക്ക് എന്തേ അലർജി സാറേ, തുമ്മലും മൂക്കൊലിപ്പും സ്ഥിരമായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി അടിച്ചാൽ ശ്വാസമുട്ടൽ കൂടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡസ്റ്റ് അടിച്ചാൽ. അപ്പൊ ഇങ്ങനത്തെ ഒരു അലർജി ഹിസ്റ്ററി നമുക്ക് കിട്ടുമ്പം അത് കുറച്ചുകൂടെ നമ്മളെ ഫേവർ ചെയ്യുന്ന ആസ്മയ COPD കാട്ടി. ഡോക്ടർ, നമ്മുടെ കൂടെ കണ്ണൂർ ഇരിട്ടിയിൽ നിന്നും ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം ഡോക്ടർ, ഞാൻ വിളിക്കുന്നത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്. പറയൂ. കാരണം അമ്മയ്ക്കൊരു മൂത്രത്തിൽ പഴുപ്പ് വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ശേഷം അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല, തീരെ വിശപ്പില്ല. അപ്പൊ തീരെ വിശപ്പില്ല. അപ്പം ഇത് എന്താണ് കാരണം വെച്ചാൽ എക്സ്റേ ചെയ്തപ്പം ശ്വാസകോശം ഒരു മൂറിലെ പോലെ കണ്ടു. പിന്നെ അത് പിന്നെ കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുത്തെ സ്കാൻ ചെയ്തപ്പം
ശ്വാസകോശത്തിനുള്ളിൽ 2 പാട് പോലെ കാണുന്നുണ്ട്, മുഴ പോലെ. ആ ശ്വാസം പിന്നെ ആ അത് ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് പരിയാരം ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്ന് നമ്മുടെ ആ അത് കുത്തിയെടുത്തിട്ട് അയച്ചിട്ട് വയസ്സ് ചെയ്തിട്ടുണ്ട്. അത് കിട്ടുന്ന 7 ദിവസം കഴിയും. പക്ഷെ ആ ഇതിന് വേറെ ഒരു ട്യൂമർ പോലെ സാധ്യത എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്താണ് ഇങ്ങനെ വരാൻ കാരണം? മുമ്പ് ഓക്കെ. വേറെ അസുഖങ്ങളോ ശ്വാസതടസ്സമൊന്നും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ഇപ്പൊ 83 വയസ്സുണ്ട്. ഓ അതിപ്പോ നമുക്ക് ആദ്യമേ നമ്മളെ CT സ്കാനും അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഈ എപ്പോഴും ചോരയോ അങ്ങനെ ചുമച്ച് ചോര എന്തെങ്കിലും തുപ്പിയിട്ടുണ്ടോ, അങ്ങനെ വല്ലതും ഇല്ല, പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊന്നും ദീർഘകാലം ഉണ്ടായിട്ടില്ല. ചുമ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇല്ല, അത് കുറച്ച് 1 മാസം മുമ്പ് കുറച്ച് ഒരു സാധാരണ ഇപ്പൊ വരുന്നവരുടെ ചുമ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ചുമ ആ എല്ലാ സ്ഥലത്തുള്ള പോലെ തന്നെ കൗക്കോട്ടെ ചുമ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. ആ ആ ആ അപ്പം അതിന്റെ കാരണമായിട്ട് നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ എൻവയൺമെന്റൽ പൊല്യൂഷനോ അല്ലെങ്കിൽ നമ്മുടെ ഈ വിറകടുപ്പിൽ ജോലി ചെയ്യുന്ന ആ പുക കാരണവും ഇങ്ങനെ നമുക്ക് ട്യൂമറായിട്ട് നമുക്ക് വരാം. അത് നമുക്ക് CT സ്കാനും അല്ലെങ്കിൽ ഹിസ്റ്ററിയും എല്ലാം എടുത്താലേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അവർ ആ ബയോപ്സി എടുത്തിട്ട് അവർ അയച്ചെങ്കിൽ നമുക്കിപ്പം ഇങ്ങനെ ഒരു ട്യൂമർ മിക്ക ആൾക്കാർക്കും ചിലപ്പം നമ്മുടെ ശ്വാസകോശത്തിൽ ഇങ്ങനെ ട്യൂമർ ഒരു കാരണം ഇല്ലാതെയും വരാം. അപ്പൊ അവരുടെ നമ്മൾ ഈ എന്തെങ്കിലും എടുത്ത് ചോദിക്കലോ, പറയുന്ന കുറെ നാൾ വിറകടുപ്പിലോ അല്ലെങ്കിൽ ഈ ഒരുപാട് ഈ പൊടിയുള്ള സ്ഥലത്ത് നിൽക്കുകയോ അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് ഒരു ചാൻസ് ഉണ്ട് ഇങ്ങനെ ട്യൂമർ വരാനായിട്ട്. അത് എക്സാക്ട്ലി നമ്മൾ ആ ബയോപ്സി എടുത്തിട്ട് ആ റിപ്പോർട്ട് വന്നാലേ നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ അതിന്റെ കാരണം എന്താണെന്ന്. അപ്പം ചില ആൾക്കാർക്ക് ഒന്നും കാണാതെ അല്ലെങ്കിൽ വെറും ഒരു സാധാ ചുമയും ഇങ്ങനെ വന്നാലും ട്യൂമറിന്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയാം. പക്ഷെ അത് ഭയങ്കര കുറവാ, അങ്ങനെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ശരി, വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നിരുന്നത് COPD യെ കുറിച്ചായിരുന്നു. ഈ രോഗം വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എങ്ങനെ ഇതിനെ നമുക്ക് തടയാനാകും? അതില് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മൾ പറയുന്ന പുകവലിയാ. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യം. അപ്പം ആദ്യത്തെ കാര്യം, നമ്മൾ പുകവലി നിർത്തണം. അതോ ഒരാൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പുകവലി നിർത്തേണ്ടി വരും. അതിപ്പം ഒരാൾക്ക് മിക്ക ആൾക്കാർക്ക് അല്ലെങ്കിൽ OP വരുന്ന ആൾക്കാർക്ക് സ്ഥിരമായിട്ട് പറയേണ്ട, സാറേ ഭയങ്കര ബുദ്ധിമുട്ടാ, ഇത്ര നാൾ വലിച്ചുകൊണ്ട് പെട്ടെന്ന് നിർത്താൻ മുട്ടി. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഒരു സൈക്കാട്രിസ്റ്റ്, അതായത് നമ്മൾ ഒരു സൈക്കാട്രിസ്റ്റ് റെഫറൻസ് കൊടുക്കും, നമ്മുടെ ഈ സ്മോക്കിംഗ് നിർത്താനായിട്ടുള്ള മാർഗങ്ങൾ എങ്ങനെയാണ്. അപ്പൊ ആ ഡോക്ടർ അതനുസരിച്ച് അവരോട് പറയും എങ്ങനെ നിർത്തേണ്ടിന്ന്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ നമ്മൾ ഈ ഞാൻ പറഞ്ഞ പോലെ ജോലി സ്ഥലത്ത് ഒരുപാട് പൊടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് പൊടി എക്സ്പോഷർ ഉണ്ടെങ്കിൽ N95 മാസ്ക്, നമുക്കിപ്പം കോവിഡിന്റെ സമയത്ത് നമ്മൾ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട് N95 മാസ്ക്. അപ്പം ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ജോലി സ്ഥലത്ത് നമ്മൾ പോകണം. ഇപ്പൊ നമുക്ക് ജോലി ഉപേക്ഷിച്ച് വെച്ചാൽ മിക്ക ആൾക്കാരും നമുക്ക് ജോലി പെട്ടെന്ന് ഉപേക്ഷിക്കാൻ ഒക്കത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രിവെൻഷൻ സ്റ്റെപ്പായിട്ട് N95 മാസ്ക്, ജോലി സ്ഥലത്ത് എവിടെ ഡസ്റ്റ് ആയിട്ട് എക്സ്പോഷർ ഉള്ളത് N95 മാസ്ക് വെച്ചുകൊണ്ട് പോകണം. പിന്നെ ചില ആൾക്കാരോട്, ഈ വിറകടുപ്പ് ജോലി ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ പറയും വിറകടുപ്പിലുള്ള ജോലി നമ്മൾ നിർത്തേണ്ടി വരും, ഇനി തൊട്ട് ഗ്യാസ് സ്റ്റൗവിൽ തന്നെ ജോലി ചെയ്യേണ്ടി വരുമെന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ എല്ലാ വർഷവും വാക്സിനേഷൻ, അതായത് നമ്മുടെ ഫ്ലൂ വാക്സിനും ന്യൂമോകോക്കൽ വാക്സിനും ഇത് രണ്ടും മെയിൻലി നമുക്ക് ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഓർഗാനിസം അല്ലെങ്കിൽ നമ്മുടെ ബാക്ടീരിയ എന്തോ വൈറസ് നമ്മൾ പറയുന്ന പോലെ ഇത് രണ്ടും മെയിൻ ആയിട്ടുള്ള. അപ്പം ഫ്ലൂ വാക്സിൻ എല്ലാ വർഷവും, ന്യൂമോകോക്കൽ വാക്സിൻ ഒരു വർഷത്തിൽ 5 വർഷത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് എടുക്കേണ്ടി വരും. ഇതൊക്കെയാ പ്രിവെൻഷൻ നമ്മൾ ചെയ്യേണ്ടത് മെയിൻലി. ശരി ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കൊട്ടാരക്കരയിൽ നിന്നും സോമൻ പിള്ളയാണ്. സോമൻ പിള്ള, ചോദിച്ചോളൂ. മരുന്നിന്റെ പേരെന്തോടി? കേൾക്കാമോ? കേൾക്കാം. ചോദിച്ചോളൂ, ഡോക്ടർ ഉണ്ട്. നമസ്കാരം സാറേ. ഹലോ. കേൾക്കാം. നമസ്കാരം സാറേ. സാറേ, മിസ്സിന്റെ കാര്യം ചോദിക്കാനായിരുന്നു. COPD അസുഖം ഒത്തിരി വർഷം കൊണ്ടുണ്ട്. ഇൻഹേലർ വലിക്കുന്നുണ്ട്. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? പുക വലിക്കുന്നുണ്ട്. ക്ലിയർ ആവുന്നില്ല. ഹലോ. ഡോക്ടർ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന് കുറെ നാളായി COPD അസുഖമുണ്ട്, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. COPD അസുഖമുണ്ട്, ചുമ ഭയങ്കരം. വൈഫിനാണെന്ന് തോന്നുന്നു. എന്താ അറിയേണ്ടി? ക്ലിയർ ആവുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ വൈഫിനാണെന്ന് തോന്നുന്നു. COPD കുറെ നാളായിട്ടുണ്ട്, ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്ന് പറയുന്നു, ചുമയുമുണ്ട്. ഓക്കെ.
അപ്പൊ അത് മെയിൻലി നമുക്ക് അതാ ഞാൻ ആദ്യം പറയുന്നത്, നമ്മൾ COPD ഡയഗ്നോസ് ചെയ്യുന്ന മുമ്പേ, അതല്ല പറയുന്ന മുമ്പേ നമ്മൾ ആദ്യമേ ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കണം. എക്സ്റേ എടുത്തിട്ട് നമ്മൾ നോക്കിയിട്ട് അതിൽ എന്തുമാത്രം ശ്വാസമുട്ടൽ അല്ലെങ്കിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് നമ്മുടെ COPD കാരണം നമ്മുടെ ഈ ശ്വാസകോശം വലുതാവുന്നത്, അത് നമ്മൾ നോക്കേണ്ടി വരും എക്സ്റേയിൽ ഉണ്ടോ എന്ന്. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടി പറഞ്ഞ PFT, ഞാൻ പണ്ട് പറഞ്ഞ സ്പൈറോമെട്രി പറഞ്ഞൊരു ടെസ്റ്റ്, അത് നമ്മുടെ ഊതിന ടെസ്റ്റ്. അതിൽ നമ്മൾ എക്സാക്ട്ലി എന്തുമാത്രം നമുക്ക് COPD ഉള്ള ആൾക്കാർക്ക് എത്ര എക്സ്റ്റെൻഡ് വരെ അല്ലെങ്കിൽ സിവിയറിറ്റി എത്ര സിവിയർ ആയിട്ട് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആ PFT ടെസ്റ്റ് ചെയ്തിട്ട് അതിലൊരു റേഷ്യോ ഉണ്ട്, FEV1/FEC. അത് കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത് എന്തുമാത്രം ഉണ്ടെന്ന്. ഇത് രണ്ടും നമ്മൾ കണ്ടിട്ട് COPD ഡയഗ്നോസ് ചെയ്യുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് അതിന്റെ ട്രീറ്റ്മെന്റ് പാർട്ടാ. അതാ മെയിൻലി നമ്മൾ ഇൻഹേലേഴ്സ് തുടങ്ങുന്നത്. അതാണ് ട്രീറ്റ്മെന്റ് പാർട്ടിലോട്ട് നമ്മൾ പോകേണ്ടത്, ഇൻഹേലേഴ്സ്. ഡോക്ടർ, നമ്മൾ COPD എന്ന രോഗത്തിന്റെ കാര്യമായിരുന്നു ഇത്രയും നേരം സംസാരിച്ചിരുന്നത്. ഈ രോഗം എത്രത്തോളം അപകടകരമാണ്? അതിന്റെ സങ്കീർണതകൾ എന്തെല്ലാമാണ്? COPD നമ്മളിപ്പോ നോക്കുമ്പം നമ്മുടെ ഇന്ത്യയിൽ പറയുന്നുണ്ട് 3ാമത്തെ മേജർ കോസ്, നമ്മുടെ മരണത്തിന്റെ കാരണം 3ാമത്തെ മേജർ കോസ് എന്ന് പറയുന്നത് COPD. അത്രയും ഒരു ഡേഞ്ചർ ഒരു രോഗം എന്ന് നമുക്ക് പറയാം COPD. ഇപ്പൊ COPD ബാധിച്ച ആൾക്കാർക്ക് ആദ്യമേ ശ്വാസകോശം മാത്രമല്ല അത് അഫക്ട് ചെയ്യുന്നത്, അത് നമ്മളെ കുറെ നാള് ശ്വാസകോശത്തെ അഫക്ട് ചെയ്തിട്ട് ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ ഡയറക്ട്ലി നമ്മുടെ ഹാർട്ടിനെയും ബാധിക്കാറുണ്ട്. അപ്പം ആ ഹാർട്ടിനെ ബാധിക്കുമ്പം ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഡിസീസ്, അതായത് ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ പൾമറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ, അങ്ങനെയുള്ള കുറെ രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ COPD പേഷ്യൻസിന്. അങ്ങനെ വരുമ്പം ഈ പേഷ്യൻസിന് സാധാരണ ഉള്ള ശ്വാസമുട്ടലിനെ കാട്ടി ഇരട്ടി ശ്വാസമുട്ടലാകാനായിട്ടാ സാധ്യതകൾ നമ്മൾ കാണുന്നത് COPD-യിൽ. പിന്നെ ചില പോർഷനുള്ള ആൾക്കാർക്ക്, നമുക്ക് COPD ഉള്ള ആൾക്കാർക്ക് ലങ് ക്യാൻസറിനും സാധ്യതകൾ ഉണ്ടെന്നാ നമ്മുടെ ഇപ്പോഴത്തെ പഠനങ്ങൾ നമ്മളോട് പറയുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ COPD ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? COPD ഉള്ളവർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ, നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഡോക്ടർമാർ പറയുന്ന മരുന്നുകൾ കൃത്യം ടൈമിൽ എടുക്കണം. അല്ലെങ്കിൽ ഇൻഹേലർ അതേടെ ഡോസിൽ നമ്മൾ പറയുന്ന എടുക്കേണ്ടി വരും. റെഗുലറായിട്ട് 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുന്തോറും ഫോളോ അപ്പ് വരേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ വർഷം ഫ്ലൂ വാക്സിനും ന്യൂമോകോക്കൽ വാക്സിനും അത് സ്ഥിരമായിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും കഠിനമായ ജോലി അല്ലെങ്കിൽ ഒരുപാട് ഭാരമുള്ള ജോലി നമ്മൾ അത്രയും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ പറഞ്ഞ പോലെ പുകയെടുപ്പ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുകവലിക്കുന്ന ആൾക്കാർ, അതെല്ലാം നമുക്ക് നിർത്തേണ്ടി വരും. പുകയെടുപ്പുകളുള്ള നമ്മുടെ ഗ്യാസ് സ്റ്റവിലോട്ട് നമ്മൾ മാറേണ്ടി വരും, ഈ വിറകടുപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. ഇതൊക്കെ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും പ്രകാശനാണ്, ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം. ഹലോ, കേൾക്കുന്നില്ല? ഞാനൊരു വല്ലാത്തൊരു പേഷ്യന്റാണ്. എനിക്ക് എല്ലാ അസുഖവും, പ്രഷർ, തൈറോയ്ഡ്, ന്യൂറോ കേസ് എല്ലാം ഉണ്ട്. ഇപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ സാറേ നെഞ്ഞത്തെ പിടിച്ചു പോകുന്നു, ഭക്ഷണം ഇറങ്ങുന്നില്ല. എനിക്ക് വയസ്സ് 61. ഞാൻ ഏത് ഡോക്ടറെ കാണിക്കേണ്ടത് എനിക്കറിയാം. എല്ലാ ഡോക്ടറെയും കാണിക്കുന്നുണ്ട്, എല്ലാം സ്കാനിങ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു കാലിന് വീണ് പൊട്ടിയിട്ട് ഇടത്തെ കാലിലെ കാലെ പൊട്ടിയിട്ടാണ് ഉള്ളത്. അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു കൊല്ലാൻ പോകുന്നു. ഇപ്പം നടക്കാൻ പറ്റുന്നില്ല. കാലിന് പുറംകാലിനൊരു ചെറു പോലെ വന്നിട്ട് ഒരു പൊക്കള വന്നിട്ട് അതും ഒരു പ്രശ്നമായിട്ടുള്ളത്. അത് എല്ലാ സബ് ഡോക്ടറിലും കാണിച്ചു. ഇങ്ങനെ ഉള്ളത് സാറേ. ഞാൻ എന്താ വേണ്ടത്? ഈ ഭക്ഷണം ഇറക്കുമ്പോൾ നെഞ്ഞ് പിടിച്ചു പോകും, ഇടത്തെ ഭാഗത്ത് പുറം മൊത്തം വേദനയാണ്. അത് ഒരു കാരണം. ഇപ്പം COPD ഉള്ള ആൾക്കാർക്ക് വേറെ സാധാരണ നമ്മൾ കാണാറുള്ളത്, COPD ഉള്ള ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്യാസ്ട്രൈറ്റിസ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗേർഡ് എന്ന് നമ്മൾ പറയും, ഒരു മെഡിക്കൽ ടേം പറയുമ്പോൾ ഗേർഡ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും തടസ്സം നമ്മുടെ ശ്വാസകോശം അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിന്റെ സെന്ററായിട്ട് എന്തെങ്കിലും തടസ്സമോ അസിഡിറ്റിയോ അല്ലെങ്കിൽ വയറ് വീർക്കുന്ന പോലെ തോന്നാറുണ്ട്. അത് സാധാരണ നമ്മൾ ഈ COPD പേഷ്യൻസ് കാണാറുള്ള ഒരു സംഭവമാണ്. അതിന് നമ്മൾ അസിഡിറ്റിയുടെ ഗുളിയോ അല്ലെങ്കിൽ ആന്റാസിഡ് എന്ന് പറഞ്ഞ് നമുക്ക് ഗാവിസ്കോൺ അങ്ങനെ പറഞ്ഞ് ആന്റാസിഡ് ഒക്കെ നമുക്ക് എടുക്കേണ്ടി വരും ആ സാഹചര്യത്തിൽ. ഡോക്ടർ, അതുപോലെ തന്നെ ഇതിന്റെ ഈ COPD വന്നാൽ എടുക്കേണ്ട ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാമാണ്? പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാനാകുന്ന ഒരു രോഗമാണോ ഇത്? COPD എന്ന് പറയുന്ന രോഗം ഒരു
എക്സ്റ്റെൻഡ് വരെ, അതായത് ഒരു 10-20% വരെ നമുക്ക് റിവേഴ്സിബിൾ ആണെന്ന് പറയാം. സാധാരണ അത് ഇറിവേഴ്സിബിൾ, അതായത് വൺസ് സംഭവിച്ചാൽ അത് തിരിച്ചു വരാത്ത ഒരു രോഗമാണെന്ന് നമ്മൾ ഇപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷെ ഒരു 10-20% വരെ എക്സ്റ്റെൻഡ് വരെ നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ COPD മെയിൻലി നോക്കിയാൽ നമ്മുടെ അത് മെയിൻലി അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ശ്വാസകോശത്തിന്റെ ട്യൂബ്, എയർവേ പറയുമ്പോൾ നമ്മുടെ ഈ ശ്വാസകോശത്തിലോട്ട് സപ്ലൈ ചെയ്യുന്ന ട്യൂബ്സ്, ഈ ചെറിയ ചെറിയ ട്യൂബ് എന്ന് നമ്മൾ പറയാം. അപ്പൊ ആ ട്യൂബ് നീർക്കെട്ട് കയറി വരുമ്പം, അല്ലെങ്കിൽ അതിന്റെ ഈ മസിൽ, ഈ പുകവലി കാരണം, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ പൊടി കാരണം അതെല്ലാം ഇങ്ങനെ ഡാമേജ് ആയത് അത് ഇങ്ങനെ നീർക്കെട്ട് കയറി ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ശ്വാസമുട്ടലിന്റെ അനുഭവം കൂടുന്നത്. അപ്പൊ അതിന് മാർഗമായിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ ഉള്ള ട്രീറ്റ്മെന്റ് പറയുന്നത് നമുക്ക് ഇൻഹേലേഴ്സ്. ഇപ്പം പൊതുവെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ മിക്ക ആൾക്കാരും ആദ്യം വരുമ്പോൾ ചോദിക്കുന്ന, സാറേ നമ്മൾ ഇൻഹേലർ തുടങ്ങിയാൽ നമുക്ക് നിർത്താൻ പറ്റുമോ ഇല്ലയോ? തീർച്ചയായും നമുക്ക് ഒരു എക്സ്റ്റെൻഡ് വരെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ആ പുള്ളിക്കാരനോ പുള്ളിക്കാരത്തിയുടെ എന്തുമാത്രം ശ്വാസമുട്ടൽ കുറവുണ്ട്, അല്ലെങ്കിൽ ചുമ എന്തുമാത്രം കുറവുണ്ട്, അതനുസരിച്ച് നമുക്ക് ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്ക് ആ ഇൻഹേലേഴ്സ് നമുക്ക് കുറയ്ക്കാം അല്ലെങ്കിൽ നിർത്താൻ പറ്റും. അപ്പൊ ഇതിന് മെയിൻ ട്രീറ്റ്മെന്റ് നമ്മൾ പറയുമ്പം COPD ആസ്മ വരുമ്പോൾ നമ്മൾ ഇൻഹേലേഴ്സ് നമ്മൾ എടുക്കുമ്പം അതിന് അസാധാരണ നമ്മൾ എടുക്കുന്ന ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റോ അല്ലെങ്കിൽ ഒരു ഗുളിക എടുക്കുമ്പോൾ മില്ലിഗ്രാം, വേലാസ് ഇൻഹേലേഴ്സ് നമ്മൾ നോക്കുമ്പോൾ വെറും മൈക്രോഗ്രാം. ഇപ്പം ഒരു സീറോ ഫ്ലോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ, അപ്പൊ അതിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒരു മൈക്രോഗ്രാമേ ഉള്ളൂ. അപ്പൊ മൈക്രോഗ്രാമിന്റെ ആവശ്യമുള്ളൂ നമ്മുടെ ആ ശ്വാസകോശത്തിന് ഒന്ന് ആക്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് എടുക്കുന്ന ഡ്യൂറേഷൻ, അല്ലെങ്കിൽ അത് എത്ര പ്രാവശ്യം എടുക്കണം, അതിന്റെ ഡോസ് എത്ര കൃത്യമായിട്ടുള്ള കറക്റ്റ് ഡോസിൽ നമുക്ക് എടുത്താലേ അതിന്റെ ഇഫക്റ്റ് നല്ലപോലെ നമുക്ക് ശ്വാസകോശത്തിൽ കിട്ടത്തുള്ളൂ. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. വടകരയിൽ നിന്നും ജ്യോതിയാണ്. ജ്യോതി, ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് 46 വയസ്സുണ്ട്. പക്ഷേ എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര നെഞ്ചിരിക്കലാണ്. എന്ത് ഭക്ഷണം കഴിച്ചാലും ഭയങ്കര നെഞ്ചിരിക്കലാണ്. ഞാൻ അതിന് ഒരു സൈലോപ്പാൻ 40 എന്നുള്ള ഗുളിക കഴിക്കുന്നുണ്ട് രാവിലെ. അപ്പൊ ഈ ഗുളിക സ്ഥിരമായി കഴിക്കണോ? അതാണ് എനിക്കറിയേണ്ടത്. ആ ഗുളിക ഇപ്പൊ സ്ഥിരമായിട്ട് ഞാൻ രാവിലെ എപ്പോഴും കഴിക്കുന്നുണ്ട്. വെറും വയറ്റില് ഈ സൈലോപ്പാൻ 40 എന്നുള്ള ഗുളിക കഴിക്കുന്നുണ്ട്. അപ്പൊ ആ ഗുളിക സ്ഥിരമായി കഴിക്കണോന്ന് ചോദിക്കണത്. ഈ നെഞ്ചിരിക്കൽ മാറാൻ അത് കുടിക്കുമ്പോ മാറുന്നുണ്ട്. അങ്ങനാണെങ്കിൽ അത് നമ്മൾ അങ്ങനാണെങ്കിൽ ഇയാൾക്കുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസുഖം ഗേർഡ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള അസുഖം, അതുകൊണ്ടാണ് നമുക്ക് ഈ നെഞ്ചരിച്ചിലും നെഞ്ചിൽ ഭാരം പോലെ തോന്നുന്നത്. അങ്ങനാണെങ്കിൽ നമ്മൾ ഒരു ഗ്യാസ്ട്രോ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടി വരും. കാരണം അത് കണ്ടിന്യൂസ് നമ്മൾ ഈ അസിഡിറ്റി ഗുളിക എടുക്കണോ അല്ലെങ്കിൽ എന്തോ കാരണം നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു എൻഡോസ്കോപ്പിയോ അല്ലെങ്കിൽ വേറെ ടെസ്റ്റോ ഒക്കെ നമുക്ക് ചെയ്ത് നോക്കേണ്ടി വരും അതിന്റെ കാരണം എന്തുവാണെന്ന്. നമുക്ക് ഈ സ്ഥിരമായിട്ട് കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു ഗ്യാസ്ട്രോ ഡോക്ടറിനെ കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ശരി, വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. അതുപോലെ തന്നെ ഇൻഹേലർ ചികിത്സയുടെ കാര്യം ഡോക്ടർ അല്പസമയം മുൻപ് പറഞ്ഞിരുന്നല്ലോ. ഈ ചികിത്സ ഫലപ്രദമാണോ? അതിനെന്തെങ്കിലും വശങ്ങളുണ്ടോ? ദോഷവശങ്ങളായിട്ട് നമുക്ക് ഇപ്പം നമ്മൾ നോക്കിയാൽ പലതരത്തിൽ മരുന്നുണ്ട്. ഇപ്പം ശ്വാസമുട്ടൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ നമ്മളോട് പറയും, സാറേ ഇൻഹേലറിന് പകരം നമുക്ക് ഗുളിയായിട്ടുണ്ട്. നമ്മൾ ഗുളിക എടുത്താൽ ചിലപ്പം ഇൻഹേലർ തരുന്ന ഒരു 70-80% ആശ്വാസം ഗുളികയ്ക്ക് കിട്ടണമെന്നില്ല. നമ്മൾ ഗുളിക എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 20-30% ആശ്വാസം കിട്ടും. കുറച്ച് നാളത്തേക്ക് ഒന്നും കാണത്തില്ല, പിന്നെയും അത് വരാൻ ചാൻസ് ഉണ്ട്. ഇൻഹേലറിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അത് ഡയറക്ട്ലി നമ്മുടെ ശ്വാസകോശത്തിലോട്ട് ആക്ട് ചെയ്യുന്നത്. വേറെ നമ്മൾ ഗുളിക എടുത്ത് ആദ്യമേ ലിവറിന്റെ അടുത്ത് പോയി മെറ്റബോലൈസ് ആയി അല്ലെങ്കിൽ ലിവർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശ്വാസകോശത്തിന് പോയി. ഇതാണെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തിലാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഡോസ് നമ്മൾ നോക്കിയാൽ ഇപ്പം മിക്ക ആൾക്കാരുടെ കൺസേൺ നമ്മുടെ സ്റ്റിറോയിഡിന്റെ ഡോസ് എടുത്താലും നമ്മളിപ്പോൾ ഓറൽ സ്റ്റിറോയിഡോ അല്ലെങ്കിൽ ഈ ഇൻഹേലർ സ്റ്റിറോയിഡ് നോക്കിയാൽ സ്റ്റിറോയിഡും വെറും മൈക്രോഗ്രാമിലേ ഉള്ളൂ. അപ്പൊ അത് അത്രത്തെ ആവശ്യമുള്ളൂ നമ്മുടെ ശ്വാസകോശത്തിന്. പിന്നെ നമ്മൾ ഈ ഇൻഹേലർ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ആദ്യമേ ഒരു 80-90% നമ്മുടെ ശ്വാസകോശത്തിൽ അത് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ തന്നെ അത് മെറ്റബോലൈസ് ആയിട്ട് അല്ലെങ്കിൽ അവിടെ തന്നെ അത് ആക്ട് കഴിഞ്ഞിട്ട് വെറും 10-5% നമ്മുടെ ബാക്കിയുള്ള സിസ്റ്റോ ബ്ലഡിലോ പോകുന്നുള്ളൂ. അതിൽ മിക്കതും 90% നമ്മുടെ യൂറിനിലോ അല്ലെങ്കിൽ നമ്മുടെ താഴെ കൂടെ അത് പോവാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത്രയും ഡോസ് കുറവായിട്ടും ലങ്സിൽ ആക്ട് ചെയ്താലും നമ്മുടെ സിസ്റ്റത്തിൽ വരുന്നത് വളരെ തുച്ഛമായ ശതമാനമേ ഉള്ളൂ. അപ്പം ഇൻഹേലേഴ്സ് ഒരു വിധത്തിൽ നോക്കിയാൽ കുറച്ചുകൂടി സേഫും ഇഫക്റ്റീവ് ആയിരിക്കും. അതായത് നമുക്കൊരു ഫലം വേണമെങ്കിൽ ഇൻഹേലേഴ്സ് ആയിരിക്കും കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത്.
ഡോക്ടർ, ഇന്നത്തെ ഹലോ ഡോക്ടറിന്റെ സമയം പൂർത്തിയാകുകയാണ്. എന്താണ് COPD ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നത് എങ്ങനെ, എത്രത്തോളം അപകടകരമാണ് ഈ രോഗം തുടങ്ങിയ സംശയങ്ങൾക്കാണ് ഇന്ന് ഡോക്ടർ മറുപടി നൽകിയത്. ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് ഡോക്ടർ റോബിൻ വർഗീസ് ആയിരുന്നു. വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു. ഇതോടെ ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.